അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി വിത്ത് ഡയല്യൂഷൻ. കണ്ടക്ടിവിറ്റി എന്തായിരുന്നു? കണ്ടക്ടിവിറ്റി ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇലക്ട്രോലൈറ്റ് എടുക്കുക, ഈ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഇലക്ട്രോലൈറ്റിന്റെ ടോട്ടൽ വോളിയമാണ്. അപ്പം നമ്മളൊരു യൂണിറ്റ് വോളിയം എടുക്കുക, ഇതാണ് ഒരു യൂണിറ്റ് വോളിയം. ഇതൊക്കെ അതിൻ്റെ അകത്തുള്ള അയോണുകളാണെന്ന് വിചാരിക്കുക. യൂണിറ്റ് വോളിയം ഓഫ് ഇലക്ട്രോലൈറ്റിന്റെ അകത്തുള്ള അയോണുകളുടെ കണ്ടക്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുക. കണ്ടക്ടിവിറ്റി ഈസ് ദ കണ്ടക്റ്റൻസ് ഓഫ് അയോൺസ് ഇൻ യൂണിറ്റ് വോളിയം ഓഫ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഈ കണ്ടക്ടിവിറ്റിക്ക് ഡയല്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഡയല്യൂട്ട് ചെയ്യുമ്പോൾ യൂണിറ്റ് വോള്യത്തിലുള്ള നമ്പർ ഓഫ് അയോൺസ് കുറയും. കാരണം ഇതിന്റെ വോള്യം കൂടും ഡയല്യൂട്ട് ചെയ്യുമ്പോൾ. അപ്പം യൂണിറ്റ് വോള്യം ഇതിനായിരിക്കുമല്ലോ. അപ്പം നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോള്യം എന്താവും? ഡിക്രീസ് ചെയ്യും. നമ്പർ ഓഫ് അയോൺസ് കുറഞ്ഞാൽ എന്ത് കുറയും? കണ്ടക്ടിവിറ്റി കുറയും. അപ്പോ ഓൺ ഡയല്യൂട്ടിങ് ദ കണ്ടക്ടിവിറ്റി ഡിക്രീസസ്. ഡയല്യൂട്ട് ചെയ്യുമ്പോൾ കണ്ടക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ എന്താണ് കാരണം? കാരണം ഇത്രയേ ഉള്ളൂ. എന്താണ്? ഓൺ ഡയല്യൂട്ടിങ് നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോള്യം ഡിക്രീസസ്. Therefore, conductivity decreases with increase in dilution. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് ഡയല്യൂഷൻ. ഡയല്യൂട്ട് ചെയ്യുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. എന്തായിരുന്നു മോളാർ കണ്ടക്ടിവിറ്റി? ഇറ്റ് ഈസ് ദ കണ്ടക്റ്റൻസ് ഓഫ് ഓൾ ദ അയോൺസ് ഇൻ 1 mole ഓഫ് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ. 1 mole ഇലക്ട്രോലൈറ്റ് സൊല്യൂഷന്റെ അകത്തുള്ള എല്ലാ അയോണുകളുടെയും കണ്ടക്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മോളാർ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുക. എന്തായിരുന്നു കണ്ടക്ടിവിറ്റി? ഇറ്റ് ഈസ് ദ കണ്ടക്റ്റൻസ് ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ഇലക്ട്രോലൈറ്റ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് ആദ്യം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എടുക്കും. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. അപ്പോ ഞാൻ ഇലക്ട്രോലൈറ്റുകളെ പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു ഇലക്ട്രോലൈറ്റ്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. സ്ട്രോങ് ആസിഡ് ഉണ്ടായിരുന്നു, സ്ട്രോങ് ബേസ് ഉണ്ടായിരുന്നു, സാൾട്ടുകൾ ഉണ്ടായിരുന്നു. ഈ സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളുടെ പ്രത്യേകത എന്താ? ഇവര് കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യപ്പെടുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കുക. അപ്പൊ സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളുടെ കണ്ടക്ടിവിറ്റി പറയും, മോളാർ കണ്ടക്ടിവിറ്റി പറയുമ്പോൾ ഇവർക്ക് അത്യാവശ്യം നല്ല മോളാർ കണ്ടക്ടിവിറ്റി ഉണ്ടാകും. കാരണം എന്തുകൊണ്ടാ? കംപ്ലീറ്റ് അയണൈസേഷൻ നടന്നതുകൊണ്ട് നമ്പർ ഓഫ് അയോൺസ് കൂടുതലാണ്. നമ്പർ ഓഫ് അയോൺസ് കൂടുമ്പോൾ എന്ത് കൂടുതലായിരിക്കും? കണ്ടക്ടിവിറ്റി, മോളാർ കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കും. ഇപ്പൊ ഡയല്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഡയല്യൂട്ട് ചെയ്യുമ്പോൾ വോള്യം കൂടും. വോള്യം കൂടുന്ന സമയത്ത് അയോണുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടും. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർ അയോണിക് ഡിസ്റ്റൻസ് കൂടും. ഇന്റർ അയോണിക് ഡിസ്റ്റൻസ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർ അയോണിക് ഇന്ററാക്ഷൻ കുറയും. ഇന്റർ അയോണിക് ഇന്ററാക്ഷൻ കുറയുമ്പോൾ അയോണുകളുടെ എന്ത് കൂടും? മൊബിലിറ്റി കൂടും. അങ്ങനെ മൊബിലിറ്റി കൂടുമ്പോൾ എന്ത് കൂടും? മോളാർ കണ്ടക്ടിവിറ്റി കൂടുകയാണ് ചെയ്യും. അപ്പം ഇൻ ദ കേസ് ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഡയല്യൂഷൻ. ഡയല്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി കൂടിക്കൂടി വരും. അതിന് കാരണം എന്താ? ഡയല്യൂട്ട് ചെയ്യുമ്പോൾ ഇന്റർ അയോണിക് ഇന്ററാക്ഷൻ കുറയുമ്പോൾ അയോണുകളുടെ എന്ത് കൂടും? മൊബിലിറ്റി കൂടും. അതുകൊണ്ട് കണ്ടക്ടിവിറ്റി കൂടുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് നമ്മൾ ഗ്രാഫിക്കലി നോക്കുകയാണ്. നമ്മൾ ആക്സിൽ സ്ക്വയർ റൂട്ട് ഓഫ് കോൺസെൻട്രേഷനും ഇവിടെ എന്താണ്? മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് എ കോൺസെൻട്രേഷനും എടുക്കുന്നു. നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്ന സമയത്ത് KClO, NaClO അല്ലെങ്കിൽ HClO പോലെയുള്ള സ്ട്രോങ് ആസിഡ്, NaOH പോലെയുള്ള സ്ട്രോങ് ബേസ് ഒക്കെയാണ് എടുക്കുന്നത്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ എന്താ? കോൺസെൻട്രേഷൻ കുറഞ്ഞു വരിക. ഡയല്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരും. ഡയല്യൂട്ട് ചെയ്യുമ്പോൾ അപ്പൊ നേരത്തെ പറഞ്ഞു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് ഏകദേശം കംപ്ലീറ്റ് അയണൈസേഷൻ നടന്നിട്ടുണ്ടാവും.
അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല മോളാർ കണ്ടക്ടിവിറ്റി കാണിക്കുന്ന ആളുകളാണ് എന്ത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഡയല്യൂട്ട് ചെയ്യുമ്പോൾ അയോണുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടി, ഇന്റർ അയോണിക് ഇന്ററാക്ഷൻ കുറഞ്ഞു, അയോണിക് ഇന്ററാക്ഷൻ കുറഞ്ഞതുകൊണ്ട് മോളാർ കണ്ടക്ടിവിറ്റി കൂടി വരും. ഇങ്ങനെ കൂടി വരികയാണ് ചെയ്യുക മോളാർ കണ്ടക്ടിവിറ്റി. അപ്പൊ നിങ്ങൾ എത്ര ഡയല്യൂട്ട് ചെയ്താലും ഈ കോൺസെൻട്രേഷൻ എന്താണ്? 0 ആണ്. ഇവിടെ കോൺസെൻട്രേഷൻ 0 ആണ്. അപ്പോൾ ഉള്ള കണ്ടക്ടൻസിനെ എന്താ വിളിക്കുക? മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ ഓർ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്നാണ്. നിങ്ങളൊരു ഇലക്ട്രോലൈറ്റിനെ എത്ര ഡയല്യൂട്ട് ചെയ്താലും 0 കോൺസെൻട്രേഷനിലേക്ക് എത്താൻ വേണ്ടി പറ്റില്ല. എന്തുകൊണ്ടാണ് പറ്റാത്ത? എപ്പോഴും അതിൻ്റെ അകത്ത് കുറച്ചളവ് ആരുണ്ടാവും? സൊല്യൂട്ട് ഉണ്ടാവും. അപ്പം മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ ഓർ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? ഈ ഗ്രാഫിനെ ഇങ്ങനെ എക്സ്ട്രാപോളേറ്റ് ചെയ്യും. അപ്പൊ ഈ മുട്ടുന്ന പോയിന്റ് ഉണ്ടല്ലോ, ഇതാണ് എന്ത്? മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ബൈ എക്സ്ട്രാപോളേറ്റിംഗ് ദ ഗ്രാഫാണ്. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ഒബേ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, നമുക്കറിയാവുന്ന പേരാണ് ഡിബേ-ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻ. ഇതില് ആദ്യത്തെ രണ്ടാളുകൾ നമുക്ക് പരിചയമുണ്ട്. ഇത് ഡൈപോൾ മൊമെന്റുമായിട്ടും ഇതെവിടെയാണ്? അരോമാറ്റിസിറ്റിയുമായി ബന്ധപ്പെട്ട് പരിചയമുണ്ട്. ഇത് അറിയില്ല. ഡിബേ-ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻ എന്താണ്? ഡിബേ-ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻ: മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് എ കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ മൈനസ് ബി ഇൻടു റൂട്ട് സി. ഇതാണ് ഡിബേ-ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻ. ഇതെന്താണ്? മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് എ കോൺസെൻട്രേഷൻ, ഏതൊരു കോൺസെൻട്രേഷൻ ഉള്ളത്. ഇത് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ. ബി കോൺസ്റ്റന്റ് ആണ്, സി എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് ഡയല്യൂഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ് പറയാനുള്ളത്. വീക്ക് ഇലക്ട്രോലൈറ്റ് നിങ്ങൾക്ക് അറിയാം, കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യപ്പെടാത്ത ഇലക്ട്രോലൈറ്റുകളാണ് ആര്? വീക്ക് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ നിങ്ങൾ ഡയല്യൂട്ട് ചെയ്യുമ്പോൾ സോൾവെന്റ് ആഡ് ചെയ്യുമ്പോൾ അയോണുകൾ ഡിസോസിയേറ്റ് ചെയ്യും, നമ്പർ ഓഫ് അയോൺസ് കൂടും. നമ്പർ ഓഫ് അയോൺസ് കൂടുമ്പോൾ അവരുടെ മോളാർ കണ്ടക്ടിവിറ്റി എന്താണ്? ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ദർ ഇസ് എ റാപ്പിഡ് ഇൻക്രീസ് ഇൻ ദ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ബിക്കോസ് ഓൺ ഡയല്യൂട്ടിംഗ് നമ്പർ ഓഫ് അയോൺസ് ഇൻക്രീസസ്. നമുക്ക് അതിന്റെ ഗ്രാഫ് നോക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് കോൺസെൻട്രേഷൻ എടുക്കുക, ഇവിടെ എന്താണ്? മോളാർ കണ്ടക്ടിവിറ്റി എടുക്കുക. In the case of weak electrolyte, there is a rapid increase in the molar conductivity of weak electrolyte. Weak electrolyte molar conductivity rapid ആയിട്ട് കൂടും. അസറ്റിക് ആസിഡ് പോലെയുള്ള ആളുകൾ. അപ്പം വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ ഗ്രാഫ് എക്സ്ട്രാപോളേറ്റ് ചെയ്ത് കിട്ടുകയില്ല. കാരണം എന്താണ്? ഇതിന് എക്സിന് പാരലായിട്ട് ഇങ്ങനെ പോകും. അപ്പം മോളാർ കണ്ടക്ടിവിറ്റി ആ വീക്ക് ഇലക്ട്രോലൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുക കോൾട്രാഷ്യസ് ലോയുടെ സഹായമാണ്. നമ്മൾ അടുത്ത് പഠിക്കുന്ന ആരെയാണ്? കോൾട്രാഷ്യസ് ലോ ആണ്. അപ്പം വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് ഡയല്യൂഷൻ പഠിക്കുമ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി ചെറുങ്ങനെ കൂടും. മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബൈ എക്സ്ട്രാപോളേറ്റിംഗ് ദ ഗ്രാഫ്. വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി റാപ്പിഡ് ഇൻക്രീസ് ആണ് ഉണ്ടാകുക, പക്ഷെങ്കിൽ അവരുടെ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ നമുക്ക് ഗ്രാഫ് എക്സ്ട്രാപോളേറ്റ് ചെയ്ത് കിട്ടൂല. നമ്മൾ ബൈ യൂസിങ് ആരാണ്? കോൾട്രാഷ്യസ് ലോ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഭാഗമാണ് കോൾട്രാഷ്യസ് ലോ. കോൾട്രാഷ്യസ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ ഓഫ് എ ഇലക്ട്രോലൈറ്റ് ഈസ് എ സം ഓഫ് അയോണിക് കണ്ടക്ടിവിറ്റി ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ. അപ്പൊ നോക്കൂ, മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ ഓഫ് NaCl is equal to ionic conductivity of Na plus ionic conductivity of Cl minus. Molar conductivity at infinite dilution of KCl is equal to ionic conductivity of K plus ionic conductivity of Cl minus. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, at infinite dilution the individual contribution of cation and anion is quite independent of the presence of other ion. അതായത്
മൊളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ ഓഫ് NaClന്റെ അകത്തേക്ക് Cl മൈനസിന്റെ കോൺട്രിബ്യൂഷൻ, അയോണിക് കണ്ടക്ടിവിറ്റിയുടെ കോൺട്രിബ്യൂഷൻ ആരൊക്കെ അനുസരിച്ച് മാറുന്നില്ല? Na+ന്റെ പ്രസൻസ് കൊണ്ട് മാറുന്നില്ല, അല്ലെങ്കിൽ K+ന്റെ പ്രസൻസ് കൊണ്ട് മാറുന്നില്ല. ശ്രദ്ധിക്കുക, മൊളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ ഓഫ് CaCl2, കാൽസ്യം ക്ലോറൈഡ് ഡിസോസിയേറ്റ് ചെയ്താൽ Ca2+ഉം 2Cl- അയോണുകളായി മാറും. അപ്പോൾ എന്താ വരിക? അയോണിക് കണ്ടക്ടിവിറ്റി ഓഫ് Ca2++ 2 into അയോണിക് കണ്ടക്ടിവിറ്റി ഓഫ് Cl-. molar conductivity at infinite dilution of Al2SO4 thrice. Al2SO4 thrice dissociate ചെയ്താൽ 2Al3+ഉം പ്ലസ് ആരുണ്ടാവും 3SO4 2- ഉണ്ടാവും. അപ്പൊ എന്താ വരിക? അയോണിക് കണ്ടക്ടിവിറ്റി 2 into അയോണിക് കണ്ടക്ടിവിറ്റി ഓഫ് Al3++ 3 into അയോണിക് കണ്ടക്ടിവിറ്റി ഓഫ് SO4 2-. അപ്പോൾ പറഞ്ഞെന്താ? At infinite dilution, the molar conductivity of an electrolyte is a sum of ionic conductivity of cation and anion. നമ്മൾ നേരത്തെ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു അത് കോൾട്രാഷ്യസ് ലോ ഉപയോഗിച്ച് കാണും. അപ്പോൾ കോൾട്രാഷ്യസ് ലോയുടെ ഒന്നാമത്തെ അപ്ലിക്കേഷൻ എന്താണ്? ടു കാൽക്കുലേറ്റ് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്. മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എങ്ങനെ പറ്റും? ബൈ യൂസിങ് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ ഓഫ് കറസ്പോണ്ടിങ് 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ഏതെങ്കിലും അല്ല, നമുക്ക് ആരെയാണോ കണ്ടുപിടിക്കേണ്ടത് അതുമായി ബന്ധമുള്ള 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളുടെ മോളാർ കണ്ടക്ടിവിറ്റി ഉപയോഗിച്ച് നമുക്ക് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ ഓഫ് അസറ്റിക് ആസിഡ് ആണെന്ന് വിചാരിക്കും. ഈസ് ഈക്വൽ ടു ഇവര് കോൾട്രാഷ്യസ് ലോ പ്രകാരം എന്ത് ചെയ്താ? അയോണിക് കണ്ടക്ടിവിറ്റി ഓഫ് അസറ്റേറ്റ് അയോൺ പ്ലസ് അയോണിക് കണ്ടക്ടിവിറ്റി ഓഫ് ആരാണ്? H+. ഇതിന് 1 എന്ന് കൊടുക്കും. ഇവരെ കണ്ടുപിടിക്കാൻ വേണ്ടി കറസ്പോണ്ടിങ് ആയ 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകൾ ഉപയോഗിക്കാം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അസറ്റേറ്റ് അയോൺ വരുന്ന ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് നമ്മൾ എടുക്കുക. ആരാണ് അസറ്റേറ്റ് അയോൺ വരുന്ന ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്? സോഡിയം അസറ്റേറ്റ് എടുക്കുക. മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് സോഡിയം അസറ്റേറ്റ് ഈസ് ഈക്വൽ ടു അയോണിക് കണ്ടക്ടിവിറ്റി ഓഫ് അസറ്റേറ്റ് അയോൺ പ്ലസ് അയോണിക് കണ്ടക്ടിവിറ്റി ഓഫ് Na+. ഇനി 2 നമ്മൾ പേര് കൊടുത്തു. അടുത്ത നമുക്ക് ആയത് അയോൺ ആവേണ്ട H+. എന്താണ്? ഏതെങ്കിലും ഒരു ആസിഡ് എടുക്കാം. നമുക്ക് HCl എടുക്കാം. മോളാർ കണ്ടക്ടിവിറ്റി at infinite dilution of HCl is equal to ionic conductivity of H+ plus ionic conductivity of Cl-. അപ്പൊ നോക്കൂ, CH3CO- ഉം H+ഉം ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. പക്ഷെ ആര് എക്സ്ട്രാ ആണ്? Na+ഉം Cl-. ഇവരെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ് മൂന്നാമത് എടുക്കേണ്ടത്. ഒരു Na+ഉം Cl- പോണെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ ഓഫ് NaCl is equal to ionic conductivity of Na plus ionic conductivity of Cl-. നോക്കൂ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ CH3CO- ഉം H+ഉം ആയി. Na+ഉം Cl- അധികമാണ്. അപ്പോൾ ഇതിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആരും ഉപയോഗിക്കുന്നത് ഇത്. അപ്പം 2 + 3 ചെയ്യുക, മൈനസ് അരെടുക്കുക 4. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 + 3 - 4 ionic conductivity, molar conductivity at infinite dilution of sodium acetate plus molar conductivity at infinite dilution of HCl minus molar conductivity at infinite dilution of NaCl is equal to, നോക്കൂ, ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് ആര് ക്യാൻസൽ ആയി പോവും? ഇവര് ക്യാൻസൽ ആയി. ഈക്വൽ ടു ionic conductivity of CH3COO minus ionic conductivity of H+. ഇത് നമ്മൾ 5 എന്ന് പറഞ്ഞു. ഒന്നാമത്തെ ഇക്വേഷന്റെ RHS-ഉം അഞ്ചാമത്തെ ഇക്വേഷന്റെ RHS-ഉം സെയിം ആണല്ലോ. അപ്പൊ നമുക്ക് ആരെ ഇക്വേറ്റ് ചെയ്യാം? അപ്പൊ നമുക്ക് ഇക്വേഷൻ നമ്പർ 1-ന്റെയും ഇക്വേഷൻ നമ്പർ 5-ന്റെയും LHS-കൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. molar conductivity at infinite dilution of sodium acetate plus
molar conductivity at infinite dilution of HCl minus molar conductivity at infinite dilution of NaCl is equal to molar conductivity at infinite dilution of ആരാണ് അസറ്റിക് ആസിഡ്. ഇപ്പം നിങ്ങൾ നോക്കൂ, നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മൊളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ ആരുപയോഗിച്ച് കണ്ടുപിടിച്ചു? ബൈ യൂസിങ് കറസ്പോണ്ടിങ് 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ് എങ്ങനെയാണ് കാണുക? കോൾറാഷ്യസ് ലോ പ്രകാരം ഇറ്റ് ഈസ് എ സം ഓഫ് അയോണിക് കണ്ടക്ടൻസ് ഓഫ് NH4 പ്ലസ് അയോണിക് കണ്ടക്ടൻസ് ഓഫ് OH മൈനസ് അയോൺ. അപ്പോൾ NH4 പ്ലസ് ഉള്ള ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റും OH മൈനസ് ഉള്ള ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റും കിട്ടണം. ആദ്യം NH4 പ്ലസ് ഉള്ള സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആരാണ്? അമോണിയം ക്ലോറൈഡ്. മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ് പ്ലസ് OH മൈനസ് ഉള്ള ആരായിരിക്കും? മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ ഓഫ് NaOH. NH4 പ്ലസും OH മൈനസും വന്നല്ലോ. Na പ്ലസും Cl മൈനസും ക്യാൻസൽ ചെയ്യണമെങ്കിൽ മോളാർ കണ്ടക്ടൻസ് ഇൻഫിനിറ്റ് ഡയലൂഷൻ ഓഫ് NaCl ഉപയോഗിക്കാം. അപ്പൊ ഇങ്ങനെ അസറ്റിക് ആസിഡിൽ ചെയ്ത പോലെ ഇത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് നോക്കുക. ഒരു കാര്യം ഓർക്കുക, വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി ആരെ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം? കറസ്പോണ്ടിങ് 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ആണ് ടു ഡിറ്റർമിൻ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. എന്താണ്? ടു ഡിറ്റർമിൻ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്താണ്? ആൽഫയാണ്. ആരാണ്? ആൽഫ. ആൽഫ നമുക്കറിയാം, നമ്പർ ഓഫ് ഇലക്ട്രോലൈറ്റ് മോളിക്യൂൾ സ്പ്ലിറ്റ് ഇൻ ടു അയോൺ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോലൈറ്റ് മോളിക്യൂൾ. നമ്മൾ നേരത്തെ പഠിച്ചാണ്. ആൽഫ is equal to molar conductivity at a concentration divided by molar conductivity at infinite dilution. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ചോദിക്കും. K is equal to കഴിഞ്ഞ വർഷം പഠിച്ചാണ് ഇക്വിലിബ്രിയത്തിലെ C alpha square divided by 1 minus C concentration, നോർമാലിറ്റിയോ മൊളാരിറ്റിയിലോ ഒക്കെ തരുന്ന കോൺസെൻട്രേഷൻ. ആൽഫ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. വീക്ക് ഇലക്ട്രോലൈറ്റ് ആവുമ്പോൾ 1 മൈനസ് ആൽഫ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ആണ്. എന്തുകൊണ്ടാണ്? വീക്ക് ഇലക്ട്രോലൈറ്റിന് ആൽഫ ഏറ്റവും കുറവായിരിക്കും, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കുറവാണ്. Ka is equal to C alpha square.